ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കുറച്ച് കൂടുതൽ തന്നെ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ അതിൽ ചെയ്യാനുള്ളതും അളവും കാര്യവും എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സെയിലൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ യൂസ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അരി അരച്ചിട്ടുള്ള നെയ്യപ്പമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അരിയെല്ലാം കുതിർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പേ തന്നെ നമ്മളിതെല്ലാം കുതിർത്ത് വെക്കണം. ഒരു 4 മണിക്കൂർ മുന്നേ എങ്കിലും കുതിർത്ത് വെക്കണം. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് 150 പീസിൻ്റെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 കിലോ പച്ചരിയാണ് ഞാൻ കുതിർത്ത് വെച്ചത്. ഇനിതാ ശർക്കരയാണ് എടുത്തത്. അപ്പോൾ 2 കിലോ ശർക്കരയാണ് ഞാനിവിടെ എടുത്തത്. ഇത് ഓവർ മധുരം ഉണ്ടാവില്ല, പാകത്തിനുള്ള മധുരമാണ്. നല്ല മധുരമാണെങ്കിൽ ഒരു 1/2 കിലോ എങ്കിലും കൂടുതൽ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഞാനിവിടെ 5 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂടുതലാവാതെ ശ്രദ്ധിക്കണം. നമുക്ക് വേണമെങ്കിൽ പിന്നീടും വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരച്ചതിന് ശേഷം കൂടുതൽ വെള്ളം ഇതിലേക്കായാൽ നമ്മൾ അരിയൊക്കെ അരച്ച് വരുമ്പോൾ അത് ലൂസായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇത്രയും മതിയാവും. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം തിളപ്പിക്കാൻ. കാരണം ഇത് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ട് അത് ഉരുകി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വെള്ളമൊന്നും വറ്റാതെ ആ ഒരു കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കിട്ടണം. അപ്പോൾ അത് റെഡിയാകുന്ന സമയത്ത് നമ്മൾ അരിയെല്ലാം വൃത്തിയാക്കി വെക്കുക. അപ്പോൾ കഴുകി ഊറ്റിയെടുക്കണം. വെള്ളത്തിൻ്റെ ഒട്ടും പാടില്ല. നല്ല രീതിയിൽ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ട് വേണം നമ്മളിത് അരക്കാൻ. അപ്പോൾ അത് നമ്മൾ ശർക്കര ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു വലിയ കട്ടയായതുകൊണ്ട് അതെല്ലാം അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വെക്കുക. ഇനി ഈ ഒരു ശർക്കര ചൂടാറിയതിന് ശേഷം നമ്മൾ അരിയിലിട്ട് അരക്കുകയാണ് കേട്ടോ. നമ്മൾ വേറെ വെള്ളം ഒഴിക്കുന്നില്ല. ആ ഒരു ശർക്കരൻ്റെ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് അരി മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശർക്കര നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ഏലക്ക ഇടുന്നത്. ഏലക്ക ഞാൻ ഈ അരക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏലക്ക ഒരു 20 പീസോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്തത് ജീരകമാണ്. അത് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് കഴുകിയതിന് ശേഷം ഇതിലേക്കിട്ട് അരിയിലിട്ട് നന്നായിട്ട് ആദ്യം നമ്മൾ അരക്കുന്നത് നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നല്ലോണം അരയണമെന്നില്ല. ഇനി അരക്കുന്നതൊക്കെ നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു ചെറിയ തരിയോട് കൂടിയിട്ടാണ് കേട്ടോ അരക്കേണ്ടത്. ഫസ്റ്റ് മാത്രം നല്ല രീതിയിൽ അരച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ അരിയും ശർക്കരയും കൂടിയിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. ഇനി നമ്മൾക്ക് ആവശ്യം കുറച്ച് അവിലാണ് കേട്ടോ. അവിൽ ഞാനിവിടെ 4 കപ്പോളം അവിൽ കഴുകി വൃത്തിയാക്കിയ ശേഷം കുതിർത്ത് വെച്ചതാണ്. അരി കുതിർത്തുന്ന സെയിം സമയത്ത് തന്നെ ഇതും കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇത് കഴുകി അതിലുള്ള വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് നമ്മൾക്ക് അരച്ചെടുക്കാം. ഈ അവിലിന് പകരമായിട്ട് നിങ്ങൾക്ക് ചോറ് യൂസ് ചെയ്യാം. മൈദയൊക്കെ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മൈദേനേക്കാളും നല്ലത് അവിലാണ് കേട്ടോ. അവിലാകുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ മൈദ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിവിടെ 4 കപ്പ് അവിലാണ് എടുത്തത്. ഈ ഒരു സെയിം ബാറ്ററിൽ തന്നെ നമ്മൾ അവിലും കൂടി ഇട്ട് കൊടുക്കുന്നത്. അരി അരച്ച അതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം യൂസ് ആക്കുന്നില്ല. അപ്പോൾ നല്ല കട്ടിയായിട്ട് നമുക്കിത് കിട്ടും. അരി അരക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഇതും ഇടയ്ക്ക് ഒന്ന് ഇട്ട് ഇത് അരച്ചെടുത്താൽ മതി കേട്ടോ. ഇതിനായിട്ട് വേറെ വെള്ളം ഒഴിക്കുന്നില്ല. ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുത്തത്. നല്ലോണം കട്ടിയാകുന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുക. നല്ലോണം ലൂസാവാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിൽ ലാസ്റ്റ് നമുക്ക് ലൂസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാമെന്നുള്ളതും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ അവലിന് പകരം നമുക്ക് ചോറ് ഉപയോഗിക്കാം കേട്ടോ. ചോറ് ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെ, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ നല്ല ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഫുള്ളായിട്ട് അരച്ചില്ല, ഇനിയും കുറച്ചും കൂടെ അരക്കാനുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് അരച്ച് റെഡിയാക്കാം. അവിലരക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് കുറച്ചൊരു ബാറ്റർ എടുത്ത് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ കഴിഞ്ഞില്ല കേട്ടോ. ഇതിലേക്ക് കുറച്ചുകൂടി ചേർക്കാനുണ്ട്. നമ്മൾക്കിവിടെ 150 പീസാണ് വേണ്ടത്. അപ്പോൾ 150 പീസ് ആവണമെങ്കിൽ ഈ ഒരു അരി പോരാ. ഇനി ഇതാ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. അപ്പോൾ അരിപ്പൊടി എടുക്കുന്നത് ഞാനിവിടെ 3 കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കും കുറച്ച് ശർക്കര വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
150 പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ട്രയൽ ചെയ്തതാണ്. അരിപ്പൊടിയോട് കൊണ്ടും അരി കൊണ്ടും പിന്നെ മൈദ കൊണ്ടും എല്ലാം നോക്കിയതാണ്. പക്ഷേ എനിക്കതൊന്നും അത്ര ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് അരി കൊണ്ട് തന്നെ അരച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടാം. എപ്പോഴെങ്കിലും നമുക്കെല്ലാം ഉപകാരപ്പെടുന്നത് ഒരു വീഡിയോ തന്നെയാണ് കേട്ടോ ഇത്. നമുക്ക് ഇതുപോലെ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് എടുക്കുന്നത്, കൂടുതൽ അരിയാണ് ചേർക്കുന്നത്. അപ്പോൾ 2-3 കപ്പോളം അരിപ്പൊടി ചേർത്തത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൂടുതൽ ലൂസായി കഴിഞ്ഞാൽ നമ്മൾ അരിപ്പൊടി ഇതുപോലെ കലക്കി ഒന്ന് മിക്സാക്കി ഒഴിച്ചാലും മതി. അപ്പോൾ നല്ല കട്ടിയിലാണ് വേണ്ടത്, ഈ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്, ഓവർ ലൂസാക്കാൻ പാടില്ല. ഇത് ഞാൻ തലേ ദിവസം അരച്ച് വെക്കുന്നതാണ് രാത്രിയിൽ, എന്നിട്ട് രാവിലെയാണ് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്. എല്ലാം ഒരേ സമയത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പണിയെടുക്കും. അപ്പോൾ തലേ ദിവസം ഉണ്ടാക്കി റെഡിയാക്കി വെച്ച് രാവിലെ എണീച്ചിട്ട് ചുടുന്നത് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രാവിലെ നോക്കിയാൽ മതി, അടച്ച് റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി രാവിലെ ഞാനിതിലേക്ക് തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് വറുത്തിടണം. അപ്പോൾ അതിനായിട്ട് നെയ്യാണ് യൂസ് ആക്കുന്നത്. നെയ്യാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. നെയ്യോ വെളിച്ചെണ്ണ അങ്ങനെ എന്തൊക്കെ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു തേങ്ങ കൊത്താക്കിയിട്ട് നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം കളറാവാൻ നിൽക്കുന്നില്ല, ഒരു ചെറുതായിട്ടൊരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ്, ആ ഒരു തേങ്ങൻ്റെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നന്നായി വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 5 ടേബിൾ സ്പൂണോളം എള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് 1.5-2 ടേബിൾ സ്പൂണ് അങ്ങനെ ചേർക്കണം. നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാക്കൊത്ത് ചേർക്കുന്ന സമയത്ത് ആ നെയ്യോട് കൂടിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് കുറച്ചും കൂടെ ഏലക്കപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂണ് ഏലക്കപ്പൊടിയും അതേപോലെ 1/2 ടേബിൾ സ്പൂണ് മറ്റേ ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം, ഉപ്പ് കറക്റ്റാണോ എന്നുള്ളതൊക്കെ. അപ്പോൾ മധുരം അതിന് ചേർക്കാൻ പറ്റില്ല, നമ്മൾ അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു രുചി കറക്റ്റായിട്ട് ബാലൻസ് ആയിട്ട് വരും കേട്ടോ. ഇനി നമ്മളിത് ചുട്ടെടുക്കുക. അപ്പോൾ ചുടുന്ന സമയത്ത് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളിത് ഒഴിക്കേണ്ടത്. പക്ഷേ ഫ്ലെയിം ഒരുപാട് കൂട്ടാൻ പാടില്ല, കുറച്ചിട്ട് തന്നെ വെക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കേണ്ടത്. കൂടുതൽ ഫ്ലെയിം ആക്കി കഴിഞ്ഞാൽ ഇത് പൊട്ടി ഒലിക്കുന്ന പോലെയെല്ലാം ആവും. അപ്പോൾ ഫ്ലെയിം കൂട്ടാനും പാടില്ല, പക്ഷേ എണ്ണേൻ്റെ ചൂട് കുറയാനും പാടില്ല. ആ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 3 അടുപ്പ് വെച്ചിട്ടാണ്, 3ലും വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. മാഷാ അല്ലാ, ഇത്രയും ഉണ്ടാക്കണമെങ്കിൽ നമ്മളിത് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 എണ്ണത്തിലും ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്നെടുത്ത് അതിലേക്ക് ഒഴിച്ച് മറ്റേത് എടുക്കുക. അങ്ങനെ നമ്മൾ റെസ്റ്റ് ഇല്ലാതെ ഒന്ന് ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ടൈമിന് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മളിത് ശ്രദ്ധിക്കാനുള്ളത് ഓവർ ചൂടിൻ്റെ കാര്യം, ഒരുപാട് ചൂടാവാനും പാടില്ല, ചൂട് കുറയാനും പാടില്ല. 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ചൂടാക്കി കഴിഞ്ഞാൽ നമുക്കിത് റെഡിയാവും. പിന്നെ ഒരെണ്ണത്തിന് 4 മിനിറ്റെങ്കിലും പിടിക്കുന്നുണ്ട് കേട്ടോ, അത് വെന്ത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നിന്ന് പൊട്ടി ഒലിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിലോട്ട് എണ്ണ ഒന്ന് കോരി ഒഴിച്ചാൽ തന്നെ മതി. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ പൊട്ടി ഒലിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് കാണുമ്പോൾ ഒരു രസം ഉണ്ടായില്ല, ആ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒലിഞ്ഞ് നിൽക്കുന്ന പോലെ അങ്ങനെ ആക്കാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു അടുപ്പ് കുറച്ച് ചെറിയൊരു ഫ്ലെയിമാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇതാവാൻ കുറച്ച് ടൈം എടുക്കുന്നത്. അതുകൊണ്ട് നല്ല ചൂടായതിന് സമയത്ത് എനിക്ക് ഇതിലിടാൻ പറ്റുന്നുള്ളൂ. പിന്നെ നമ്മൾ നെയ്യപ്പത്തിന് നല്ല കളറ് വേണമെന്നുണ്ടെങ്കിൽ നല്ല കളറുള്ള ശർക്കര വാങ്ങി തന്നെ ആ ഒരു കളറ് കിട്ടും. പിന്നെ നല്ലോണം പൊരിഞ്ഞ പോലെ ആക്കി കഴിഞ്ഞാൽ ആ ഒരു കളറും കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഹാർഡായി പോകും നെയ്യപ്പം.
അപ്പോൾ അധികം ഞാൻ മൊരിയിച്ചെടുക്കാതെ ഞാൻ നോക്കിയതാണ്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നല്ലോണം മൊരിയിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന ആ ഒരു ശർക്കരയുടെ കളറും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും കളർ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ എടുത്ത ഉടനെ നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഇടാൻ പാടില്ല. നമ്മൾ ആ എണ്ണയെല്ലാം ഒലിച്ച് ഒന്ന് മാറിയ ശേഷമാണ് ഞാനിതെല്ലാം ഒന്ന് അടക്കി വെക്കുന്നത്. പിന്നെ തേങ്ങയിൽ ചേർത്തിട്ടുള്ള ഒരു നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അതും. അപ്പോൾ അത് കുറച്ച് സാധനം കൊണ്ട് ഉണ്ടാക്കിയെടുത്തത്, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്ക്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ സ്ക്രീനിലും അത് ഇടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഒരു ചെറുതായിട്ട് പൊങ്ങി വരും. മോൾ ഭാഗം നല്ലോണം പൊങ്ങിയിട്ട് വരില്ല. നെയ്യപ്പം ആകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ, ഒരുപാട് പൊങ്ങാൻ പാടില്ല. മോൾ ഭാഗം ഒരു ഭാഗം ഫ്ലാറ്റായിട്ടും ഒരു ഭാഗം പൊങ്ങി നിൽക്കുന്ന ആ ഒരു രീതിയിലാണ്. ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്ന രീതിയിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കോരിയിട്ട് അതിൻ്റെ എണ്ണയെല്ലാം വാർന്നു പോയ സമയത്താണ് ഞാൻ മറ്റേലേക്ക് മാറ്റി വെക്കുന്നത്. അപ്പോൾ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.